ഹലോ, നമസ്കാരം. ക്രിക്കറ്റ് പ്രേമികളോടൊരു ചോദ്യം. അന്താരാഷ്ട്ര ഏകദിന മത്സര അരങ്ങേറ്റത്തിൽ സെഞ്ചുറി അടിച്ച ആദ്യ ഇന്ത്യൻ താരമാരാണ്? മിക്കവാറും ആളുകൾ പറയുന്നത് KL രാഹുൽ ആണെന്നായിരിക്കും. അതായത് ഗൂഗിൾ അടക്കം പറയുന്നത് KL രാഹുൽ ആണെന്നാണ്. ശരിയാണ്, രാഹുൽ അരങ്ങേറ്റ അന്താരാഷ്ട്ര ഏകദിന മത്സരത്തിൽ 100 റൺസ് നേടിയിട്ടുണ്ട് സിംബാബ്വെക്കെതിരെ. പക്ഷേ ലോകേഷ് രാഹുൽ അല്ല ഇന്ത്യൻ താരം. ആദ്യമായിട്ട് അന്താരാഷ്ട്ര അരങ്ങേറ്റ മത്സരത്തിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ താരം ലോകേഷ് രാഹുൽ അല്ല. അദ്ദേഹം മൂന്നാമത്തെ ആളാണ്. ആ കഥ പറഞ്ഞുതരാം. അതായത് 1999 ജൂൺ മാസത്തിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ഇംഗ്ലണ്ടിലേക്ക് ഒരു പര്യടനം നടത്തുകയുണ്ടായി. അയർലൻഡിൽ ഒരു മത്സരവും ബാക്കി ഏതാനും ഏകദിന മത്സരങ്ങൾ ഇംഗ്ലണ്ടിൽ കളിക്കുക എന്ന നിലയിലായിരുന്നു അവർ പോയിരുന്നത്. അപ്പൊ ഈ അയർലൻഡിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ അന്ന് ചില പ്രമുഖ താരങ്ങൾ വിട്ടുനിന്നു. ചന്ദ്രകാന്ത് കൗളിന്റെ ക്യാപ്റ്റൻസിയിലാണ് അന്ന് അയർലൻഡിനെതിരായ ഒരു മത്സരം ഇന്ത്യ കളിക്കാൻ ഇറങ്ങിയത്. ഒറ്റ മത്സരം, ഏകദിന മത്സരമേ ഉണ്ടായിരുന്നുള്ളൂ. അയർലൻഡിന്റെ ആദ്യ അന്താരാഷ്ട്ര മത്സരം കൂടിയായിരുന്നു. അന്ന് അഞ്ജു ജെയിൻ എന്ന വിക്കറ്റ് കീപ്പറും വിട്ടുനിന്നിരുന്നു. അവർ പിന്നീട് ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിൽ അവർ തിരിച്ചു വന്നു. അഞ്ജു ജെയിന് പകരം അന്ന് ടീമിൽ ഉൾപ്പെട്ടത് രേഷ്മ ഗാന്ധി എന്ന് പറഞ്ഞ ഒരു 25-കാരിയായിരുന്നു. രേഷ്മ ഗാന്ധി ഓപ്പണർ ആയിരുന്നു. രേഷ്മ ഗാന്ധിയുടെ കൂടെ ഓപ്പൺ ചെയ്ത ആളെ നമ്മളെല്ലാം അറിയും, മിഥാലി രാജ് എന്ന 16-കാരിയായിരുന്നു അന്ന് ഓപ്പൺ ചെയ്യുന്നത്. രണ്ടുപേരും കൂടി ഓപ്പൺ ചെയ്തിട്ട് അയർലൻഡ് ബൗളർമാരെ തലങ്ങും വിലങ്ങും അടിച്ചോടിച്ച് 258 റൺസ് പുറത്താവാതെ നേടി. 104 റൺസോടെ രേഷ്മ ഗാന്ധി പുറത്താവാതെ നിന്നു. മിതാലി രാജും സെഞ്ചുറി നേടി. ആദ്യം സെഞ്ചുറിയിലേക്ക് എത്തിയത് രേഷ്മ ഗാന്ധി ആയിരുന്നു. അങ്ങനെ അരങ്ങേറ്റ മത്സരത്തിൽ, ഏകദിന മത്സരത്തിൽ സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന റെക്കോർഡ് രേഷ്മ ഗാന്ധി സ്വന്തമാക്കി. തൊട്ടു പിന്നാലെ തന്നെ മിതാലി രാജും വന്നു, രണ്ടാമത്തെ ആളും വന്നു. വേറൊരു സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദിന മത്സരത്തിൽ സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം രേഷ്മ ഗാന്ധിയാണ്. രണ്ടാമത്തെ ആള് മിതാലി രാജാണ്. സ്വാഭാവികമായിട്ടും മത്സരം ഇന്ത്യ ജയിച്ചു. എന്നാൽ രേഷ്മ ഗാന്ധിയെ പറ്റിയുള്ള ആ ഒരു ട്വിസ്റ്റ് അവിടെ നിൽക്കുന്നില്ല. അടുത്ത 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരം തുടങ്ങി, ഏകദിന മത്സരങ്ങൾ തുടങ്ങി. അഞ്ജു ജെയിൻ തിരിച്ചു വന്നു. സ്വാഭാവികമായിട്ടും രേഷ്മയ്ക്ക് ടീമിൽ നിന്നുള്ള സ്ഥാനം നഷ്ടമായി. എന്നാൽ ഒരു മത്സരത്തിൽ പ്യുവർ ബാറ്ററായിട്ട് അവരെ ഉൾപ്പെടുത്തി. 7ാമതായാണ് പക്ഷെ അവർക്ക് ബാറ്റ് ചെയ്യേണ്ടി വന്നത്. 7ാമതായിട്ട് ബാറ്റ് ചെയ്യേണ്ടി വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അവർ 18 റൺസ് മാത്രമേ നേടാനുള്ളൂ. പുറത്താവാതെ 18 റൺസ് നേടി. അതായത് 2 മത്സരങ്ങളിൽ നിന്ന് 104 + 18 122 റൺസ് അവർ പുറത്താവാതെ നേടി. അവരുടെ ആവറേജ് ഒക്കെ എടുത്ത് നോക്കിയാൽ 0 ആണ് കാണിക്കുക. എന്നാൽ വിധി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നീട് ഒരു മത്സരം രേഷ്മ ഗാന്ധിക്ക് കിട്ടിയില്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ കോണർ വില്യംസിനെ പറ്റി പറഞ്ഞിരുന്നു. ഒരു ടെസ്റ്റ് കളിച്ചിട്ടും അത് ഉൾപ്പെടുത്താൻ പറ്റാതെ, റെക്കോർഡിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത നിർഭാഗ്യവാനായ ആള്. പിന്നെ നമ്മുടെ ഭാസ്കർ പിള്ളയെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ 2 മത്സരങ്ങളിൽ അവസരം കിട്ടിയിട്ടും തൻ്റെതായിട്ടുള്ള കഴിവ് തെളിയിച്ചിട്ടും സെഞ്ചുറി അടിച്ചിട്ടും പിന്നീട് ഒരു മത്സരം രേഷ്മ ഗാന്ധിക്ക് കിട്ടിയില്ല. അതേസമയം രേഷ്മയോടൊപ്പം അന്ന് ഡെബ്യൂ ചെയ്ത മിതാലി രാജ് പിന്നീട് ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ക്യാപ്റ്റൻ എന്ന നിലയിലേക്ക് വളർന്നു. സോ ഇനി ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലോകേഷ് രാഹുൽ എന്ന പേര് തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ രേഷ്മ ഗാന്ധിയാണ് ആ ഏകദിന അന്താരാഷ്ട്ര മത്സരത്തിൽ സെഞ്ചുറി അരങ്ങേറ്റത്തിൽ നേടിയ ആദ്യ ഇന്ത്യൻ താരം. വേറൊരു കഥയുമായിട്ട് അടുത്ത ആഴ്ച വീണ്ടും വരാം. താങ്ക് യു വെരി മച്ച്.